ഈ പ്രാവശ്യം ലീവ് കഴിഞ്ഞ് തിരിച്ച് ജർമ്മനിക്ക് പോകാനായിട്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. വെറും 20 ദിവസത്തെ ലീവിനാണ് ശരിക്കും വന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നാൾ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴേക്കാണല്ലോ നാടിന്റെ വില മനസ്സിലാവും. ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് AC റോഡിന്റെ പണിയൊക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു. ഇപ്പോഴും കഴിഞ്ഞിട്ടൊന്നുമില്ല, പാലത്തിന്റെ പണിയൊക്കെ നടക്കുന്നത്. പണ്ടൊക്കെ എൻ്റെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ചങ്ങനാശ്ശേരി പെരുന്ന തിരിഞ്ഞിട്ട് മനക്കച്ചിട്ടൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് എനിക്ക് ശരിക്കും ജീവൻ വീഴുന്നത്. അത്ര നേരം ഞാനിങ്ങനെ മിണ്ടാതെ ഗ്ലൂമി ആയിട്ടിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. കാരണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് വരുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്നത്. കുട്ടനാട്ടിൽ എത്ര വെള്ളം പൊങ്ങുമെന്ന് പറഞ്ഞാലും കുട്ടനാട് ജനിച്ചത് വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളത്തോട്ടാണ്. നമ്മൾ AC റോഡ് വഴി എപ്പോഴും പോകുമ്പോൾ ഏറ്റവും കൂടുതലായിട്ടും കയറുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് ആവീസ് റെസ്റ്റോറൻറ്റ്. ചിലർ ഇതിനെ AVS റെസ്റ്റോറൻറ്റ് എന്ന് പറയും. ആക്ച്വലി എനിക്ക് തോന്നുന്നു ആവീസ് എന്നാണ് എൻ്റെ പേര്. കാരണം എൻ്റെ എംബ്ലത്തിൽ ആവി ഇങ്ങനെ പുട്ടിൻ്റെ അകത്ത് ആവി പറക്കുന്ന പോലെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഓണത്തിൻ്റെ അടുത്ത ദിവസമാണ് ഇവിടെ റെസ്റ്റോറൻറ്റ് കയറിയത്. അതുകൊണ്ടാണോന്ന് അറിയത്തില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഒരു ഓണം വൈബായിരുന്നു കേട്ടോ. അവിടെ ഫുൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ഹോട്ടലിൽ ഏറ്റവും കൂടുതലുള്ളത് പലതരം പുട്ടിൻ്റെ വെറൈറ്റികളും പിന്നെ അരിപ്പൊടി വെച്ചുണ്ടാക്കുന്ന ഐറ്റംസും ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്കറിയത്തില്ല, ഞാൻ ഏത് ഹോട്ടലിൽ കയറി ഇഡലിയും സാമ്പാറും ചോദിച്ചാൽ ആ ഹോട്ടലിൽ ഇഡലി കാണത്തില്ല. എല്ലാ ഹോട്ടലിലും ദോശ കാണും, പക്ഷേ ഇഡലി കാണത്തില്ല. നമ്മുടെ നാട്ടുകാരെന്താ ഇത്ര ഇഡലി വിരോധികളായി പോയതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഇഡലിയും ദോശയും സാമ്പാറും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ശരവണാസിന്ന് ആര്യാസിന്നാണ്. നമ്മളിവിടെ നിന്ന് ഓർഡർ ചെയ്തത് ഇടിയപ്പവും കള്ളപ്പവും പിന്നെ ഗോതമ്പൂട്ടും ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ പാലപ്പമാണ് ഓർഡർ ചെയ്തത്. എനിക്കറിയത്തില്ല ഇന്ന് പാലപ്പവും കള്ളപ്പവും രണ്ടാണെന്ന്. കള്ളപ്പം എന്നൊരു സംഭവം ഉണ്ട്. ഞാൻ ഇത്ര നാൾ വിചാരിച്ചുകൊണ്ടിരുന്ന പാലപ്പത്തിന് തന്നെ ആയിരിക്കും കള്ളപ്പം എന്ന് പറയുന്നത്. പക്ഷെ അതല്ല, രണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എറണാകുളത്ത് പോയിട്ട് തിരിച്ചു വരാൻ നേരം നമ്മളോർത്ത് തന്നെ ആതിരപ്പള്ളി വാട്ടർഫാൾസ് വരെ പോകാം, അടുത്താണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നേരെ ആതിരപ്പള്ളി വാട്ടർഫാൾസിലോട്ട് പോയി. ഭയങ്കര വൈബൊക്കെ ആയിരുന്നു. എണ്ണപ്പനയുടെ നടുക്കൂടെയൊക്കെ പോയത്. കുറേ കുരങ്ങന്മാരൊക്കെ കണ്ടു. പോകുന്ന വഴിയൊക്കെ ഭയങ്കര വൈബായിരുന്നു. ദൂരെ നിന്ന് വാട്ടർഫാൾസ് കാണുകയും ചെയ്തു. പക്ഷേ വാട്ടർഫാൾസിൽ ഇറങ്ങാനോ അങ്ങോട്ടേക്ക് പോകാനോ ഒന്നും നമുക്ക് പറ്റിയില്ല. ആരും ഓണ സമയത്ത് ആതിരപ്പള്ളി വാട്ടർഫാൾസിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വേറൊന്നുമല്ല, അവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ വണ്ടി പോകാനായിട്ട് പോലും സ്ഥലമില്ലായിരുന്നു. അത്രയ്ക്കും തിരക്കായിരുന്നു. എനിക്കൊന്ന് കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും അവിടെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതുപോലെ തിരക്കായതുകൊണ്ട് ഇറങ്ങാനൊന്നും പറ്റിയില്ല.